കൊച്ചുകുഞ്ഞിങ്ങനെ വീടും കൂടിയും നോക്കാണ്ട് പ്രസംഗവും പരദേശമൊക്കെ ആയിട്ട് നടന്ന ആ കൊച്ചിന്റെ പിള്ളേരും കാര്യം കഷ്ടത്തിലാവുവേ. ചേട്ടത്തിയേ, ഇഹലോക ജീവിതം മാത്രം ഇച്ഛിക്കുന്ന നമുക്ക് അങ്ങനൊക്കെ തോന്നും. ഇവിടുത്തെ താമസമൊക്കെ കഴിഞ്ഞ് അങ്ങ് മുകളിലോട്ട് ചെല്ലുമ്പോ നമുക്കൊക്കെ സ്വർഗരാജ്യം കിട്ടണ്ടേ? അതിനു വേണ്ടിട്ടാ കൊച്ചുകുഞ്ഞി നടപ്പൊക്കെ നടക്കുന്നത്. കൊച്ചുഞ്ഞേ, ഞാനൊരല്പം പഴഞ്ചന, ഇംഗ്ലീഷും അറിയത്തില്ല. പക്ഷേ നീ ഇങ്ങനെ പാട്ടും ഉപദേശവും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ സ്വന്തം വീട്ടിൽ തീ പുകയുന്നുണ്ടോന്ന് നീ ആലോചിക്കാറുണ്ടോ? ഞാനെല്ലാം തമ്പുരാനെ ഏൽപ്പിച്ചിരിക്കുക. അവിടുത്തെ ഇഷ്ടം പോലെ നടക്കട്ടെ. സുവിശേഷത്തിന്റെ അഗ്നി എന്റെ ഹൃദയത്തിൽ ആളിപ്പടരുകയാണ്. അതെനിക്ക് അടക്കി വയ്ക്കാൻ വയ്യ. പാപത്തിന്റെ അന്ധകാരത്തിൽ കഴിയുന്ന അനേകം ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരെ എനിക്ക് നേർവഴിക്ക് നയിക്കണം. അതിനാണ് ഇനി എന്റെ ജീവിതം. ശരി, പറഞ്ഞു ജയിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ഏലിക്കുട്ടിയെ മക്കളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകും. എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം അതുങ്ങളെ ഞാൻ പട്ടിണിക്കിടാതെ വളർത്തും. കാണണമെന്ന് തോന്നുമ്പോഴേ അങ്ങോട്ട് വന്നേച്ചാ മതി. പക്ഷേ ഒന്ന് ഇറങ്ങ, നേരം പോയി. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം വൈഷമ്യമുള്ളേതു കുന്നും കര
കേറി നടക്കൊള്ളുവാൻ രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നു മാനസത്തിലാധി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. ആ മുളക് മല്ലി അരച്ച് എവിടെ വെച്ചിരിക്കുന്നേ? ഓലത്തിറച്ചിക്കുള്ള തേങ്ങാക്കൊത്ത എവിടെ വെച്ചിരിക്കുന്നേ? ആ വേഗം എടുത്തോണ്ട് വരൂ. ചെറിയാനെ അല്ല ഇതാര് ഓനാച്ചനോ? പെങ്കൊച്ചൊരുങ്ങുന്നതേ ഉള്ളൂ. ബാ അകത്തോട്ട് കേറിയിരിക്കാം. ഇരിക്കാൻ പറഞ്ഞല്ല ചെറിയാനെ. ഇപ്പൊ സമയം എന്താണെന്ന് അതെന്റെ വിചാരം. വാക്കുറപ്പിന് പറഞ്ഞ പണം ഇനി എപ്പോഴാണ് ആവോ? ഓനാച്ചനെ ഞാൻ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. ഉണ്ടായിരുന്നെല്ലാം വിറ്റുപറക്കിയ മൂത്ത രണ്ടെണ്ണത്തിനെ പറഞ്ഞു വിട്ടത്. ഈ വീടും പറമ്പും പണയം വെച്ചിട്ടും പറഞ്ഞുറപ്പിച്ചത് അങ്ങോട്ട് തികയുന്നില്ല. ഓനാച്ച ദൈവത്തെ ഓർത്ത് കുറച്ച് സമയം കൂടെ എനിക്ക് തരണം. ചെറിയാച്ചോ, വാക്കൊന്നേ ഉള്ളൂ നല്ല മാപ്പിളയ്ക്ക്. സമയത്ത് വന്ന് നെറുകേട് കളിച്ചാൽ ഈ കെട്ട് ഞാനങ്ങ് വേണ്ടെന്ന് വയ്ക്കും. ഓനാച്ച എനിക്ക് ഒരാഴ്ച കൂടി സമയം തരണം. ഉറപ്പീര് കഴിഞ്ഞ പിള്ളാരാ. കൊടുക്കല് വാങ്ങലുകൾ അപ്പോൾ അപ്പോൾ തീർക്കണമെന്നാണ് ഞങ്ങൾ ചാത്തോട്ടുകാരുടെ പ്രമാണം. പ്രമാണങ്ങളൊന്നും തെറ്റിക്കണ്ട. ഓനാച്ചൻ അങ്ങോട്ട് ചെന്നാട്ട്. ഞാൻ ചില വഴികളൊക്കെ കണ്ടിട്ടുണ്ട്. വരത്തന്മാരായ നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് പെണ്ണ് ചോദിച്ചത് തെറ്റായി പോയെന്ന് ഇപ്പൊ മനസ്സിലായി. ഓനാച്ച വരത്തന്മാരാണെങ്കിലും ഞങ്ങളും കുടുംബത്തിൽ പിറന്നവരാ. കുടുംബക്കാരൻ ചാത്തോട്ടുകാർക്ക് വാക്കൊന്നേ ഉള്ളൂ. ചെറുക്കന്റെ അപ്പൻ ഞാനാണെങ്കിൽ ഈ കെട്ട് നടത്തത്തില്ല. വരണ്ട. ഓനാച്ച ചെറിയാച്ചയ എന്തു പറ്റി? ചെറുക്കന്റെ അപ്പനാ ഇപ്പൊ പോയത്. കെട്ടിനു മുമ്പേ സ്ത്രീധനം വാങ്ങാൻ വന്നതാ. കഷ്ടം. ഇത് ചെറിയാച്ചന്റെ മാത്രം ദുഃഖമല്ല. അല്ലയോ കേരളീയ സമൂഹമേ, സ്ത്രീധനമെന്ന ഈ ദൂഷിച്ച സമ്പ്രദായത്തെ ആട്ടിപ്പായിക്കുവിൻ. ദ്രവ്യാഗ്രഹികൾക്ക് നിങ്ങളുടെ ഓമന പെൺമക്കളെ കൊടുക്കുകയില്ലെന്ന് ശപഥം ചെയ്യുവിൻ. എത്രയോ പെൺകുട്ടികൾ ഉണ്ടായതെ കഷ്ടമെന്ന് വിലപിക്കുന്നു. മാതാപിതാക്കന്മാർ വെറും പണക്കുതിയന്മാരും പൊന്നു തൂക്കുന്ന തുലാസിൽ മക്കളുടെ കഴിവുകളെ അളന്നു തൂക്കി സ്ത്രീധനം വാങ്ങുന്നത് എത്രയോ പൈശാചികമാണ്. പ്രിയമുള്ളവരെ, വേദപുസ്തക വിരുദ്ധവും ദയാനിഷിദ്ധവുമായ കാര്യങ്ങളിൽ നിന്നും അകന്നു നിന്ന് സ്ത്രീധനമെന്ന ഒരു വാക്കുപോലും ഉരിയാടാതെ ദൈവസന്നദ്ധിയിൽ വിവാഹകർമ്മം നടത്തുകയാണ് വേണ്ടത്. എത്ര നല്ലീശോനാഥൻ പിള്ളച്ചൻ കൊട്ട കാണിച്ചേ. ഗീവറീച്ചനാ കൈ നിർത്തേ. ഒരു റാത്തൽ കപ്പ മേടിച്ച അരറാത്തര കപ്പയല്ലേ ഉള്ളു. പിള്ളച്ചൻ അനാവശ്യം പറയരുത്. ഈ കട്ടിയും ത്രാസും ഇളകാതിരിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ഒന്ന് പിടിച്ചതല്ലേ. അവിടെ കെട്ടിയിരിക്കല്ലോ എന്ന് പറഞ്ഞ് ഇളകാതിരിക്കാൻ ഒരു പിടുത്തം വേണ്ടേ? പിള്ളച്ചൻ കൊട്ട കാണിക്ക്. കപ്പ കപ്പേ, നല്ല കപ്പേ, ഇലമുറിയൻ കപ്പേ, കപ്പ കപ്പേ, കപ്പ. വർഗീച്ചായന്റെ അളവിനെയും തൂക്കത്തിനെയും കുറിച്ച് പലതും കേൾക്കുന്നുണ്ട്. ഈശോ, സർവശക്തനായ ന്യായാധിപതി നിന്റെ തൂക്കത്തിലും അളവിലും സൂക്ഷ്മതയോടെ നോക്കുന്നു എന്ന് ഓർക്കുക. കണ്ണിരിക്കെ കൃഷ്ണമണി എടുക്കാൻ സാമർഥ്യമുള്ള പല കച്ചവടക്കാരുമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയെ മറയ്ക്കാനോ അതിനെ കബളിപ്പിക്കാനോ ആർക്കും സാധിക്കുകയില്ല. പിള്ളേച്ചൻ ഈ കപ്പയും കൂടെ കൊണ്ടുപോകും. കുറച്ച് വാട്ടുനാരോടെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ചേർത്ത് വെച്ച് കെട്ട്. ദൈവകാരുണ്യ മെമ്മോറിയൽ ചാപ്പൽ. ചാക്കോ, ഇതിവിടെ സ്ഥാപിക്കണം. ചന്തയിൽ പോയ ചാത്തൻ കുറിയനര തോമാച്ചനെ കണ്ടായിരുന്നു. വർഗീസ് കുട്ടിക്ക് നല്ല സുഖമില്ലാന്ന് കേട്ടു. ചാക്കോ, ഓ ഇച്ചാച്ചാ,
ചാക്കോ, എന്റെ ശമൂലകുട്ടിയുടെ പ്രായമാ. അവൻ മരിച്ചിട്ട് 3 ആണ്ടായി. വർഗീസൂട്ടിക്ക് എങ്ങനുണ്ട്? നല്ല പനിയോ? മരുന്നെന്തെങ്കിലും? അപ്പച്ചൻ വാങ്ങി വന്നായിരുന്നു. ഞാൻ അവനെ ഒന്ന് കാണട്ടെ. ചാച്ചാ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും. ദോഷമായിട്ടൊന്നും എന്നോടെന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. ദോഷമായിട്ടൊന്നും എന്നോടെന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട്